ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പനിറങ്ങി. കഴിഞ്ഞ രാത്രിയിൽ സിങ്കു കണ്ടെത്തിയെത്തിയ ആന പുലർച്ചെ വരെ ജനവാസ മേഖലയിൽ തുടർന്നു. മൂന്നാറിലെ പോലെ ചിന്നക്കനാലിനും സ്പെഷ്യൽ RRT ടീമിനെ നിയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ രാത്രി 10 മണിയോടെയാണ് ചക്കക്കൊമ്പൻ സിംഗുകണ്ടത്ത് ഇറങ്ങിയത്. മേഖലയിലെ കൃഷിയിടങ്ങൾക്ക് നാശം വിതച്ചു. സിംഗുകണ്ടത്ത് സ്ഥാപിച്ചിരുന്ന വേസ്റ്റ് ബിന്നുകളും തകർത്തു. കഴിഞ്ഞ 2 മാസത്തിലധികമായി സമീപ മേഖലയായ BL റാമിൽ കാട്ടാനക്കൂട്ടങ്ങൾ പതിവായി നാശം വിതച്ചിരുന്നു. 2 മാസമായിട്ട് ആനകളെല്ലാം BL റാവ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 2 ദിവസമായി നമ്മുടെ സിംഗാണ്ടം പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. വനം വകുപ്പിൻ്റെ അനാസ്ഥ ഇതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. മൂന്നാറിൽ ഇപ്പം ഡ്രോണ് മുതലായവ വെച്ച് നിരീക്ഷണം നടത്തുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. BL റാവിൽ ഏക്കർ കണക്കിന് കൃഷി നശിപ്പിച്ചു. ഇപ്പോൾ ആന 2 ദിവസമായിട്ട് സിംഗാണ്ടത്ത് എത്തിയേക്കുവാണ്. അതുകൊണ്ട് വനം വകുപ്പ് അടിയന്തരമായിട്ട് RRT സംഘത്തെ ചിന്നക്കനാലിൽ സ്ഥിരമായി നിയമിക്കുകയും അവർക്ക് പ്രത്യേകം വണ്ടി കൊടുത്ത് ആനയെ നിരീക്ഷിക്കാനും ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കാതെ ആളുകൾക്ക് ഉപദ്രവമില്ലാതെ ഉള്ള നടപടി വളരെ അടിയന്തരമായിട്ട് വൈൽഡ് ലൈഫ് വാർഡൻ സ്വീകരിക്കണമെന്നാണ് സിംഗാണ്ടത്തെ കൃഷിക്കാർക്ക് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത്. മൂന്നാറിൽ പടയപ്പെ സ്ഥിരമായി നിരീക്ഷിക്കാൻ വനവകുപ്പ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമാന രീതിയിൽ ചിന്നക്കനാലിലും നിരീക്ഷണം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.